നമസ്കാരം. ആരെങ്കിലും ഇതുവരെ ചിന്തിച്ചോ, തലസ്ഥാനത്ത് നിന്നും ബംഗ്ലാദേശിലെ ധാക്കയിലേക്ക് ഒരു ട്രെയിൻ സർവീസ് ഇന്നത്തെ സെയിലിംഗ് കമന്ററി ആരംഭിക്കുന്നു. ഈ ദിവസങ്ങളിൽ എന്നെ രണ്ട് മൂന്ന് കണ്ടെയ്നറുകൾ ട്രാക്ക് ചെയ്യാൻ ആവശ്യപ്പെട്ടു. നമ്മൾ ഈ കപ്പലുകളല്ലേ ഇതുവരെ ട്രാക്ക് ചെയ്തോളൂ, ഇനി മുതൽ കണ്ടെയ്നറുകളും ട്രാക്ക് ചെയ്യണം. അവർക്ക് അത് കഴിയുമായിരിക്കും, പക്ഷേ എന്നെയാണ് ആ ദൗത്യം ഏൽപ്പിച്ചത്. അതിൻ്റെ കൺസൈൻമെന്റ് നമ്പർ, കണ്ടെയ്നർ നമ്പർ ഒക്കെ തന്നിട്ട് ഇത് എവിടെ എത്തി, ഈ കപ്പൽ എവിടെ എത്തി, കണ്ടെയ്നർ എവിടെ എത്തി എന്ന് അന്വേഷിക്കാമോ എന്നോട് ചോദിച്ചു. നമുക്ക് താല്പര്യമുള്ള വിഷയം ആയതുകൊണ്ടായിരിക്കാം. MSC പലോമയാണ് ഇതിലെ കഥാപാത്രം. MSC പലോമയിൽ വന്ന കണ്ടെയ്നറുകൾ, രണ്ട് ഡിഫറെന്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോകേണ്ട കണ്ടെയ്നറുകൾ, അതിന്റെ സ്റ്റാറ്റസ്, അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാനായിരുന്നു ശ്രമം. അതിൽ 40 ഫീറ്റ് ആണ്. ഒരു കൺസൈൻമെന്റ്, ഒന്നിലധികമുണ്ട് ആ കണ്ടെയ്നർ. അതിപ്പോഴും നമ്മുടെ പോർട്ടിൽ ഇരിപ്പുണ്ട്. കണ്ടെയ്നറുകൾ ഇപ്പോഴും ഇരിപ്പുണ്ട്. അന്വേഷണത്തിൽ ഫെലിക്സ്റ്റോവ് നിന്നാണ് നമ്മുടെ പലോമ വന്നത്. ഫെലിക്സ്റ്റോവ് നിന്ന് 15/10/24 ഒക്ടോബർ 15-ാം തീയതി തിരിച്ച് നമ്മുടെ ഇവിടെ 8/11 ഇക്കഴിഞ്ഞ 8-ാം തീയതിയാണ് പലോമ ഇവിടെ വരികയും കണ്ടെയ്നർ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തത്. ഏകദേശം 23 ദിവസത്തെ യാത്രയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ കണ്ടെയ്നർ പോകേണ്ടത് ചിറ്റഗോങ്ങിലോട്ടാണ്. അതിൽ 2-3 കണ്ടെയ്നേഴ്സ് പോകേണ്ടത് ചിറ്റഗോങ്ങിലോട്ടാണ്. ആ കണ്ടെയ്നറിന്റെ സ്റ്റാറ്റസ് ആണ് അറിയേണ്ടത്, എങ്ങോട്ട് പോകുന്നു, എപ്പോൾ പോകുന്നു. അപ്പോൾ ഒരു കപ്പൽ, MSC പോലും നമ്മളോട് പറയാതെ സെയിലിംഗ് കമന്ററി ഇന്നലെ തന്നെ ആ കപ്പൽ ട്രാക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് വരുന്ന വിവരം പറഞ്ഞിരുന്നു. മക്കോത്തോ സെക്കൻഡ് ഇവിടെ വന്നിട്ടുള്ള കപ്പലാണ്. നേരത്തെ വന്നിട്ടുള്ള ഫീഡർ വെസലാണ്. കൊളംബോ ചിറ്റഗോങ് റൂട്ടിൽ ഓടുന്നു. ഇപ്പോൾ വെടിഞ്ഞത്തും വരുന്നുണ്ട്. മക്കത്തോ സെക്കൻഡ് ഇപ്പോൾ കൊളംബോയിലോട്ട് അടുക്കുകയാണ്. ഈ ഫീഡർ വെസൽ വന്ന് നമ്മുടെ ഇവിടെ വന്നിട്ട് ഈ പറഞ്ഞ 2-3 കണ്ടെയ്നറുകൾ ഇവിടെ നിന്ന് എടുത്ത് ചിറ്റഗോങ്ങിലോട്ട് കൊണ്ടുപോകും. അപ്പോൾ നമ്മുടെ ഈ ട്രാൻസ്ഷിപ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്ന് അറിയാൻ പറ്റിയ ഒരു മാർഗമാണ്. എവിടെ നിന്നാണ് വന്നത്? ബെൽജിയം ആന്റ്വർക്ക് പോർട്ടിൽ നിന്നാണ് ഈ ചരക്ക്, ഈ കാർഗോ അവർ ബുക്ക് ചെയ്ത് കയറ്റിയത്. അവിടെ നിന്ന് അവർ കയറ്റി കഴിയുമ്പോൾ പിന്നെ അവർക്ക് കൃത്യമായി അറിയാൻ പറ്റില്ല എവിടെ എത്തി, കണ്ടെയ്നർ എത്തി എന്നൊക്കെ കൃത്യമായി അറിയണമെങ്കിൽ ആ കൺസൈൻമെന്റ് ട്രാക്കിംഗ് നമ്പർ വേണം. കണ്ടെയ്നർ നമ്പർ ഉണ്ടെങ്കിൽ ഒരു പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റിയേക്കും. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ട്. മക്കത്തോ ഇവിടെ വന്ന് 27-ന് ഇവിടെ എത്തുന്നു. നമ്മുടെ ഇവിടെ 27-ന് എത്തുന്നു. ഇവിടെ നിന്ന് എടുത്ത് ഡിസംബർ 2-ാം തീയതി ധാക്കയിൽ ചിറ്റഗോങ്ങിൽ എത്തുന്നു. ഇതാണ് ഒരു ട്രാക്കിങ്ങിന്റെ ഏകദേശം ഒരു ചിത്രം. ദുബായിലിരിക്കുന്നവരാണ് ആദ്യത്തെ ദൗത്യം എന്നെ ഏൽപ്പിച്ചതെങ്കിൽ വളരെ രസകരമാണ് ഈ ട്രാക്കിങ്ങും അന്വേഷണവും ഒക്കെ. കാരണം ദുബായിലിരിക്കുന്നവർ ആന്റ്വർപ്പിൽ നിന്ന് ബുക്ക് ചെയ്ത ഒരു കാർഗോ, നേരത്തെ അത് കൊളംബോയിലാണ് ഡിസ്ചാർജ് ചെയ്തിരുന്നത്, ഇപ്പോൾ വെടിഞ്ഞത്തിറങ്ങുന്നു. അവിടെ നിന്ന് ചിറ്റഗോങ്ങിലോട്ട് പോകുന്നു. അപ്പോൾ ഇത്രയും ഒരു നെറ്റ്വർക്കിംഗ് ഒക്കെ മനസ്സിലാക്കാനും പഠിക്കാനും അതിന്റെ തീയതികൾ അറിയാനും എത്ര ദിവസം എടുക്കുന്നു യാത്രയ്ക്ക് എന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ മേഖലയിൽ താല്പര്യമുള്ളവർക്ക് വളരെ രസകരമാണ്. ആർക്ക് വേണമെങ്കിലും ഇതൊക്കെ ഇനിയും തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ്. രണ്ടാമത് എന്നോട് ആവശ്യപ്പെട്ടത് കൊൽക്കട്ടയിൽ ഇരിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ കാർഗോ എവിടെ എത്തിയെന്ന് അറിയണം. അപ്പോൾ ഏകദേശം അദ്ദേഹത്തിന് ഈ പറയുന്ന നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലോമയിൽ വന്നു എന്നറിയാം. പലോമയിൽ വന്നു, വിഴിഞ്ഞത്ത് ഇറക്കിയിട്ടുണ്ട്. അവിടെ നിന്ന് എപ്പോ കൊൽക്കട്ടയിൽ എത്തും എന്നാണ് അദ്ദേഹത്തിന് അറിയേണ്ടത്. അദ്ദേഹവും അതിന്റെ കണ്ടെയ്നർ നമ്പർ തന്നിരുന്നു, ബിൽ ഓഫ് ലാഡിംഗ് നമ്പറും തന്നിരുന്നു. അപ്പോൾ അത് വെച്ച് പരിശോധിക്കുമ്പോൾ വീണ്ടും ഒരു രസകരമായ ഒരു
അനുഭവം. ആദ്യമായിട്ടാണ് നമ്മുടെ ഇവിടെ പലയിടത്തും വന്നിട്ടുണ്ടല്ലോ. കൊളംബോയിൽ നിന്ന് വന്നിട്ടുണ്ട്, സലാലയിൽ നിന്ന് വന്നിട്ടുണ്ട്, കറാച്ചിയിൽ നിന്ന് വന്നിട്ടുണ്ട്, ചിറ്റഗോങ്ങിൽ നിന്ന് വന്നിട്ടുണ്ട്, ഇവിടെ നിന്നൊക്കെ വന്നിട്ട്, ഈവൻ ബ്രസീലിൽ നിന്ന് വന്നിട്ടുണ്ട്, ലണ്ടനിൽ നിന്ന് വന്നിട്ടുണ്ട്, ചൈനയിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇതെല്ലാം വന്നിട്ടും തൊട്ടടുത്തുള്ള മാലിയിൽ നിന്നൊരു കപ്പൽ ഈ അടുത്ത ദിവസമാണ് വന്നത്. മാനസ എഫ് എന്നാണ് ആ കപ്പലിന്റെ പേര്. മാനസ എഫ് ഇവിടെ വന്നിരുന്നു. മാനസ എഫ് വന്നിരുന്നു. അപ്പോൾ ഈ കൊൽക്കട്ടയിലെ കണ്ടെയ്നർ ട്രാക്ക് ചെയ്യുമ്പോഴാണ് മാനസ എഫിലാണ് ഇവിടെ നിന്ന് കണ്ടെയ്നർ കയറിയിരിക്കുന്നത്. 19-ാം തീയതിയാണ് മാലിയിൽ നിന്ന് ഇവിടെ വരുന്നത്. ഇവിടെ ഒരു ദിവസം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 20-ാം തീയതി ഇവിടെ നിന്ന് പുറപ്പെട്ടു. ഇപ്പോൾ കപ്പൽ കൊളംബോയിലുണ്ട്. കൊളംബോയിൽ നിന്ന് ഹാൽദിയ, കൊൽക്കത്ത ഈ റൂട്ടിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. 40 ഫീറ്റ് കണ്ടെയ്നറാണ് ഇവിടെ നിന്ന് കയറി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന കണ്ടെയ്നറുകൾ അല്ലെങ്കിൽ വരാവുന്ന കണ്ടെയ്നറുകൾ ഇനി ഏതൊക്കെ ലോകത്തിൻ്റെ ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വരുന്നത്, അവയൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കലും അവയുടെ പിന്നാലെ സഞ്ചരിക്കലും ഒക്കെ വളരെ കൗതുകകരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. നമ്മുടെ ലോകത്തിൻ്റെ ഒരു വലിയ നെറ്റ്വർക്കിൻ്റെ ഭാഗമായി ഇന്നലെ വരെ നമ്മളോട് ഈ വിവരം ആരും അന്വേഷിക്കില്ല. കാര്യം നമ്മൾ അപ്രസക്തരായിരുന്നു. നമ്മൾ ഈ ആഗോള വ്യാപാരത്തിൽ ഒന്നുമല്ല. വ്യക്തിപരമായി പരിചയമുണ്ടെങ്കിലും ഈ കണ്ടെയ്നറുകളുടെ കാര്യമോ കപ്പലിന്റെ വിവരമോ ഇവരാരും നമ്മളോട് അന്വേഷിക്കാറില്ല. കാര്യം നമ്മൾ ആരുമല്ല. പക്ഷെ ഇനി അങ്ങനെയല്ല. നമ്മളെല്ലാവരും, നമ്മൾ ഓരോരുത്തരും വളരെ പ്രധാനപ്പെട്ട വ്യക്തികളായി ആഗോള ചരക്ക് വ്യാപാരത്തിലെ പ്രധാനപ്പെട്ട കണ്ണികളായി മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഈ വിഷയം കുറച്ചുകൂടെ താല്പര്യമെടുത്ത് നമ്മൾ ഓരോരുത്തരും പഠിച്ചാൽ ഈ കണ്ണികളിൽ ചെറിയ ഒരു പങ്ക് നമുക്ക് വഹിക്കാൻ കഴിയും. എന്തായാലും ഒരു കപ്പൽ യാത്ര അങ്ങോട്ട് പോവുകയാണ്, ചിറ്റഗോങ്ങിലോട്ട് പോവുകയാണ്. ഏതാണ്? മാനസ എഫ്. മാനസ എഫ് ഇവിടെ വന്നിട്ട് അങ്ങോട്ട് പോവുകയാണ്. അടുത്തത് മക്കോത്തോ സെക്കൻഡ് ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇനിയുള്ള കപ്പലുകൾ പലതും ട്രാക്ക് ചെയ്യേണ്ടി വരും. കൗതുകകരമായ പല കാഴ്ചകളും പല വിവരങ്ങളും അറിയാനും പറ്റും. ചിറ്റഗോങ്ങിലേക്കും കൽക്കട്ടയിലേക്കും ഒക്കെ കണ്ടെയ്നറുകൾ പോകുമ്പോഴാണ് എന്തുകൊണ്ട് നമുക്ക് ഒരു പുതിയ ആശയം മുന്നോട്ട് വെച്ചുകൂടാ. ഇതിപ്പോൾ 2-3 കണ്ടെയ്നറുകളുടെ കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത്. അല്ലെങ്കിൽ 10-20 ഒക്കെ ഉണ്ടാവാം ഈ റൂട്ടിൽ ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ. എന്തുകൊണ്ട് നമുക്ക് തിരുവനന്തപുരം ധാക്ക ഒരു ട്രെയിൻ സർവീസ് ഇപ്പൊ തന്നെ ഉണ്ട്. ഇന്ത്യയും കൊൽക്കത്തയും ധാക്കയുമായിട്ടൊരു ട്രെയിൻ സർവീസ് ഉണ്ട്. ദർ ആർ 3 പാസഞ്ചർ ട്രെയിൻസ്. മൈത്രി എക്സ്പ്രസ് ഫ്രം കൊൽക്കത്ത ടു ധാക്ക വയ GD ദർശന ക്രോസ് ബോർഡർ. നമ്മൾ പാസഞ്ചർ ട്രെയിനിന്റെ കാര്യമല്ല പറയുന്നത്, നമ്മൾ കണ്ടെയ്നർ കാർഗോ ട്രെയിനാണ്, ഫ്രൈറ്റ്. അപ്പോൾ അതുകൊണ്ട് ഭാവിയിൽ ധാക്കയിൽ നിന്ന്, കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ടെക്സ്റ്റൈൽ കയറ്റുമതി ചെയ്യുന്ന രാജ്യം ബംഗ്ലാദേശാണ്. അപ്പോൾ അവരുടെ ആ കാർഗോ വെടിഞ്ഞം വഴി കയറ്റിവിടാൻ വേഗത്തിൽ പോകണമെങ്കിൽ, അല്ലെങ്കിൽ പതുക്കെ പോയാൽ മതിയെങ്കിൽ കപ്പൽ തന്നെയാണ് നല്ല മാർഗം, കോസ്റ്റ് എഫക്റ്റീവാണ്. പെട്ടെന്ന് എത്തിക്കണമെങ്കിൽ ഇപ്പോൾ ഡിസംബർ വരുന്നത് വളരെ സീസണാണ്. അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ സീസണാണ് ടെക്സ്റ്റൈലിൻ്റെ. അപ്പോൾ നേരത്തെ എത്തിക്കണമെങ്കിൽ ഒരു ട്രെയിനിൽ കയറ്റിവിട്ടാൽ 2 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ അവിടെ നിന്ന് ഇവിടെ എത്തിയേക്കാം. 48 മണിക്കൂർ. കപ്പലാവുമ്പോൾ 5 മണിക്കൂറൊക്കെ, 5 ദിവസങ്ങൾ എടുത്തേക്കാം. അതുകൊണ്ടൊരു പുതിയ ട്രെയിൻ സർവീസ് നമ്മുടെ ചിന്തയിൽ വരേണ്ട സമയം ആയിരിക്കുന്നു. നേരത്തെ നമ്മൾ എവിടെ നിന്നൊക്കെ കപ്പലുകൾ വന്നിരുന്നു എന്നുള്ള വിവരം പറഞ്ഞ കൂട്ടത്തിൽ ഒരെണ്ണം കൂടി പറയേണ്ടതുണ്ടായിരുന്നു. ആദ്യമായിട്ട് ന്യൂയോർക്കിൽ നിന്ന് നേരിട്ട് വിഴിഞ്ഞത്തേക്ക് ഒരു കപ്പൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ആഫ്രിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തുണ്ട് ഇപ്പോൾ. സുരഭയ, MSC സുരഭയ എന്നാണ് കപ്പലിന്റെ പേര്. സുരഭയ എന്ന് പറയുന്നത് ഇന്തോനേഷ്യയിലെ ഒരു തുറമുഖം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നവംബർ 11-ാം തീയതി അവിടെ നിന്ന് യാത്ര പുറപ്പെട്ടതാണ്. ന്യൂയോർക്കിൽ നിന്ന് ഡിസംബർ 7-ാം തീയതി നമ്മുടെ തുറമുഖത്തെത്തും. ഏകദേശം 8400 TU ആണ് കപ്പാസിറ്റി. 25-26 ദിവസത്തെ യാത്രയാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ലോക നഗരങ്ങളുമായി നമ്മുടെ തുറമുഖം, തിരുവനന്തപുരത്തെ തുറമുഖം ബന്ധപ്പെട്ട് കഴിഞ്ഞു. ഇനി ഒരുപക്ഷെ വരാനുള്ളത് ജപ്പാനിലെ ഏതെങ്കിലും പോർട്ട്, അല്ലെങ്കിൽ കൊറിയയിലെ പോർട്ട്. മറ്റെല്ലാ രാജ്യങ്ങളിലെയും മിക്കവാറും പോർട്ടുകളിൽ നിന്ന് കപ്പലുകൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു ഇന്നത്തെ മുഴുവൻ
കപ്പലുകളുടെ ട്രാക്കിങ്ങും യാത്രയും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ന്യൂയോർക്കിൽ നിന്ന് വരുന്ന കപ്പലിനെ ഇനി സ്വീകരിക്കാൻ കാത്തിരിക്കാം.